മലയാള മനോരമ നടത്തുന്ന ഒരു സർവേയെക്കുറിച്ച് ഞങ്ങൾ രണ്ടാഴ്ച മുമ്പ് ഒരു വീഡിയോ സ്റ്റോറി ചെയ്തിരുന്നു. ചിലരെങ്കിലും കണ്ടു കാണും. അതായത് നവംബർ അവസാനം മുതൽ ഡിസംബർ 15 വരെ മലയാള മനോരമ വായനക്കാരിൽ നിന്നും ഈ വർഷത്തെ വാക്ക് തിരഞ്ഞെടുക്കുന്നു. വേർഡ് ഓഫ് ദി ഇയർ 2023 മലയാളത്തിൽ നിന്ന്. ലക്ഷക്കണക്കിന് മനോരമയുടെ വായനക്കാർ നിർദ്ദേശിക്കുന്ന പേരുകളിൽ നിന്ന് ഏറ്റവും മുമ്പിൽ വരുന്ന പേര് തിരഞ്ഞെടുക്കപ്പെടും എന്നാണ് ഈ ക്വസ്റ്റ്യനിയറിൽ അവർ പത്രത്തിലൂടെ പ്രഖ്യാപിച്ചത് മനോരമ. അങ്ങനെ അതിൻ്റെ റിസൾട്ട് ഈ 31-ന് അവസാന ദിവസം 2023 അവസാന നാളായ പുതുവത്സര തലേന്ന് മനോരമ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്ത ഞങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞിരുന്ന ഒരു സാധ്യത, ഇത് മനോരമയുടെ നെഞ്ചത്ത് തന്നെ കൊള്ളുന്ന ഒരു വാക്കായിരിക്കും പ്രേക്ഷകർ തിരഞ്ഞെടുക്കുക എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അത് മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമായ ഒരു അനുഭവമായിരിക്കും. തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന വാക്ക് മാപ്രയായിരിക്കും എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതേപോലെ സംഭവിച്ചു. മാപ്രയെ 2023 വാക്കായിട്ട് മനോരമ പ്രഖ്യാപിച്ചു, പ്രേക്ഷകരുടെ ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ച്. പക്ഷെ അതിൻ്റെ കൂടെ ഒരിത്തിരി വെള്ളം ചേർന്നു, ഒത്തിരിയില്ല. മാപ്രയെ മാത്രം പ്രഖ്യാപിച്ച ഒരു നാണക്കേട്, ഒരു ജാള്യത, നമ്മുടെ തന്നെ നെഞ്ചത്ത് കൊള്ളുന്ന ഒരു ജാള്യതയുണ്ടല്ലോ. അതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു മേമ്പൊടിക്ക് നിർമ്മിത ബുദ്ധി മുമ്പിൽ വന്നു. ഇവിടെ മാപ്രയുടെ മുമ്പിലൊന്നും നിർമ്മിത ബുദ്ധി വന്നില്ല. മാപ്ര കഴിഞ്ഞ് ഈ ആദ്യ 10 പേരുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ, വാക്കുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ തൊട്ട് പിന്നിൽ വന്ന ഒരു വാക്കാണ് നിർമ്മിത ബുദ്ധി. അപ്പോൾ അതും കൂടി അങ്ങ് ജോയിന്റ് വിന്നേഴ്സായിട്ട് പ്രഖ്യാപിച്ചു. മനോരമയുടെ ഒരു രീതി ഉണ്ടല്ലോ. ഇപ്പം ഞാൻ മനോരമയിൽ 8 കൊല്ലം വർക്ക് ചെയ്ത ഒരാളാണ് കോട്ടയത്ത്. അപ്പോൾ അവിടെ പറയുന്നൊരു തമാശയാണ്, കോട്ടയത്തെ മനോരമയുടെ ഹെഡ് ഓഫീസിലെ പല കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ അത് മനോരമയുടെ ഒരു രീതിയുണ്ട്. ആ രീതി മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ പണി കിട്ടും എന്നൊരു പറച്ചിൽ അവിടെ മാധ്യമ പ്രവർത്തകർക്കിടയിലും ഉണ്ട്. അതുകൊണ്ട് ഈ രീതി വെച്ചിട്ട് മനോരമ ചെയ്തത് ഒരു വിദഗ്ധ സമിതിയെ ഉണ്ടാക്കി ഫൈനൽ വേർഡ് തിരഞ്ഞെടുക്കാൻ. അതിൽ കുറ്റം പറയാൻ പറ്റില്ല. ഇത്രയും പ്രേക്ഷകരെല്ലാം അയച്ചതിനകത്ത് വല്ല തെറിപ്പദമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഒന്നാമത് വന്നതെങ്കിൽ, ഇപ്പം മാപ്ര ഒരു അശ്ലീല വാക്കല്ല, ഒരു കളിയാക്കൽ വാക്കാണ്. പക്ഷെ വല്ല തെറിപ്പദം വല്ലോ ഏറ്റവും കൂടുതൽ ലക്ഷങ്ങളുടെ വോട്ട് നേടി, അഭിപ്രായം നേടി മുന്നിൽ വന്നാൽ അത് പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. അപ്പം അത് ന്യായമാണ്. അതുകൊണ്ട് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് ആ സമിതിയാണ് അന്തിമ പേര് പ്രഖ്യാപിക്കുക എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു സമിതിയാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത്. ആ സമിതിയിലെ ഡോക്ടർ എം ലീലാവതി ടീച്ചറും ഡോക്ടർ ശശി തരൂർ MPയും ഇംഗ്ലീഷ് എഴുത്തുകാരനായ മലയാളിയായ നോവലിസ്റ്റായ അനീസ് സലീമും നടനും സംവിധാനമായ രമേശ് പിഷാരടിയും നമ്മുടെ സ്പീക്കർ AN ഷംസീറും ഒക്കെ അടങ്ങുന്ന ഒരു വിദഗ്ധ സമിതിയാണ് അന്തിമ ജേതാക്കളെ പ്രഖ്യാപിച്ചത്. ഈ 2 വാക്കുകളെ, മാപ്രയും നിർമ്മിത ബുദ്ധിയും. നിർമ്മിത ബുദ്ധി ന്യായമാണ്, നമുക്കതിനെ എതിർക്കാനൊന്നും കുറ്റം പറയേണ്ട കാര്യമില്ല. കാരണം ഇക്കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട AI ക്യാമറയൊക്കെ കേരളത്തിൽ സ്ഥാപിച്ചപ്പോഴൊക്കെ അതിനെപ്പറ്റി കള്ളക്കഥകൾ, ഈ മാപ്രക്കഥകൾ, അവിടെ മാപ്രയുടെ ബന്ധമുണ്ട്. ഈ നിർമ്മിത ബുദ്ധി ഇത്രയും ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം മാപ്രയുടെ കഥകളാണ്, വാർത്താ കഥകൾ. അപ്പം ഇതിനകത്ത് കോടികളുടെ അഴിമതി, AI ക്യാമറ സ്ഥാപിച്ച് ഇതുകൊണ്ടൊരു നേട്ടവുമില്ല, ഇതേ മാറ്റേ മറിച്ച് എന്ന് പറഞ്ഞ് പോയ ഒരു ക്യാമ്പയിൻ ഉണ്ടല്ലോ. അപ്പം അതും ചർച്ച ചെയ്യപ്പെട്ടു. പിന്നെ തൊട്ട് പിന്നിൽ വന്ന ചില വാക്കുകൾ, നവകേരള സദസ്സ്, നവകേരളം നിർമ്മിക്കൽ, പ്രളയം, കെടുതി, കോവിഡ്, ഇതെല്ലാം ബന്ധപ്പെടുത്തിയുള്ള നവകേരളം സൃഷ്ടിക്കുന്ന അല്ലെ പുനഃസൃഷ്ടിക്കുന്ന ഒരു പ്രക്രിയ, അതും ചർച്ച ചെയ്യപ്പെട്ട ഒരു വാക്കാണ്. അതേപോലെ മറ്റൊരു വാക്ക് വന്നത് വന്ദേ ഭാരത്, അതൊക്കെ അതിന് പിന്നിലാണ് വന്നത് ഈ ആദ്യ 10. പിന്നെ പൗരപ്രമുഖർ എന്ന വാക്ക് വന്നു, ഹേ പ്രഭു എന്ന് പറയുന്ന സജഷൻ വന്നു. മറ്റു വാക്കുകളിൽ പിന്നെ വേറൊന്ന് വന്നത് അരിക്കൊമ്പൻ, അറിയാമല്ലോ, ആനയുടെ, ചർച്ച ചെയ്യപ്പെട്ട വാക്കാണ്. പിന്നെ ED, ഏതിൽ ED-യാണ്. ED എല്ലാ മാധ്യമ ചർച്ചയിലും വന്ന ഒരു വാക്കാണ്. ED രാഷ്ട്രീയ പകപോക്കൽ നടത്തുന്ന ഓരോ കേസിലും പ്രതിപക്ഷത്തിനെതിരെ, നേതാക്കൾക്കെതിരെ എന്നൊക്കെയുള്ള രീതിയിൽ. പിന്നെ വന്നൊരു വാക്കാണ് കുണുവാവ വന്നത് എങ്ങനെയാണെന്നറിയാമല്ലോ. ഈ കുണുവാവ പ്രയോഗിച്ച അവസാനം വന്നത് നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ വ്യാജ പ്രസിഡന്റ് രാഹുൽ മക്കൂട്ടത്തിലെ ഉള്ളവരുടെ ചില രീതികളുടെ പേരിലാണ്. അതിന് പിന്നിൽ കളിച്ച ബുദ്ധിയാണ് സുനിൽ കനകുലു. കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് കേരളത്തിലെ കോൺഗ്രസിനെ രക്ഷിക്കാമെന്ന സുനിൽ കനകുലു. അപ്പോൾ സുനിൽ കനകുലുവിൻ്റെ വാവന്മാർ, ഈ പേക്കുത്ത് കാണിക്കുന്നവർ,
അവരെ നമ്മൾ കുണുവാവ എന്ന് വിളിക്കുന്ന അങ്ങനെ ആ വാക്ക് ചർച്ചയിൽ വന്നു. അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചു വന്നത് ഈ ആസ്ഥാനത്തെ കുട്ടിക്കളി, കുരങ്ങൻകളി എന്നാണ്. കുരങ്ങൻകളി അല്ല, ആസ്ഥാനത്തെ കുട്ടിക്കളി. ആസ്ഥാനത്തല്ല അസ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത് ഒരിടത്ത് കയറിയിരുന്നു ചെയ്യുക എന്നുള്ള അർത്ഥമാണ് ആ വാക്കിലുള്ളത്. അപ്പം ഇത്രയും നല്ലൊരു കാര്യം മനോരമ ഈ വർഷം ചെയ്തതിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം മാപ്രയ്ക്ക് ഇങ്ങനെ ഒരു ലീഗാലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയല്ലോ വായനക്കാരുടെ സമൂഹത്തിൽ നിന്ന്. കാരണം ഇതുകൊണ്ട് 2 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, ഈ മാപ്രപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാധ്യമ പ്രവർത്തകരും ആങ്കർമാരും അടങ്ങുന്ന ലോകം, TV, പത്രം, ചില ഓൺലൈനുകൾ, ഈ മാപ്രകൾക്ക് ഇനി തോന്നും നമ്മളെപ്പറ്റി മോശമായിട്ട് വിളിച്ചത് ഇപ്പം നന്നായി അംഗീകരിച്ചില്ലേ, ഇനി അത് നല്ല വാക്കല്ലേ, ഇനി നമുക്ക് മാപ്രാപ്പണി ചെയ്തുകൂടെ എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും. 2, ഒരു തിരിച്ചറിവ്, ഒരു ആത്മപരിശോധന, ഒരു പുനർവിചിന്തനം. ഞാൻ ഇത്രയും നാൾ ചെയ്ത ഈ പണി കൊണ്ടല്ലേ ഞങ്ങളുടെ മേൽ ഈ പട്ടം ചാർത്തി കിട്ടിയത്, മാപ്ര എന്ന് പറയുന്ന പട്ടം ചാർത്തി കിട്ടിയത്, ഈ കിരീടം കിട്ടിയത്. അതുകൊണ്ട് ഇനിയെങ്കിലും മര്യാദയ്ക്ക് ന്യൂസ് ഉണ്ടാക്കാതെ ഉണ്ടാകുന്ന ന്യൂസുകൾ കൊടുക്കുകയും അതിനെ വ്യാഖ്യാനിക്കുകയും ഉണ്ടായ സംഭവങ്ങൾ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതല്ലേ നല്ലത്. അല്ലാതെ വാർത്തകൾ ഉണ്ടാക്കണോ, ചമയ്ക്കണോ, കള്ളത്തരത്തെ സത്യമാക്കി തോന്നിപ്പിക്കുന്നത് അവതരിപ്പിക്കണോ, സത്യത്തെ മറച്ചു പിടിച്ച് കള്ളം മാത്രം പ്രചരിപ്പിക്കണോ? അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ പോണോ എന്നൊരു പുനർവിചിന്തനം, ആത്മപരിശോധനയ്ക്കുള്ളൊരു അവസരം കൂടിയാണ് മനോരമയുടെ ഈ മാപ്ര സെലക്ഷൻ എന്നുകൂടി നമ്മൾ മാധ്യമ ലോകം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇനി ഇതോടൊപ്പം ഒരു കാര്യം പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ലോകത്ത് ഈ വാക്കുകൾ, പുതിയ വാക്കുകൾ ഇംഗ്ലീഷിൽ ഓരോ വർഷവും ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്ന സമിതി ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ സമിതിയാണ്. അതായത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിന്റെ മേൽനോട്ടത്തിലുള്ള ഒരു സമിതി ആണ് എല്ലാ വർഷവും പുതിയ വാക്കുകൾ ഇംഗ്ലീഷിലേക്ക് സ്വീകരിക്കുന്നത്. അങ്ങനെ ഈ വർഷം പ്രഖ്യാപിച്ച വാക്ക് റിസ് എന്ന വാക്കാണ്. റിസ്, RIZZ അല്ലെങ്കിൽ RIZZ. റിസിനെയാണ് 2023 ലോകത്തെ വാക്കായിട്ട് ഓക്സ്ഫോർഡ് ഡിക്ഷണറി സമിതി അംഗീകരിച്ചിരിക്കുന്നത്. ഇത് സോഷ്യൽ മീഡിയയിലൂടെ വന്നൊരു വാക്കാണ്. റിസ് എന്ന് പറഞ്ഞ വേറൊരു വാക്കില്ലായിരുന്നു. ഇത് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പറഞ്ഞു ഇപ്പം കുണുവാവ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞു വന്ന ഒരു പ്രയോഗമാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എങ്ങനെ, ദ എബിലിറ്റി ടു അട്രാക്ട്, മറ്റുള്ളവരെ തന്നിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു വൈഭവം ഉള്ള കാര്യം അല്ലെ വ്യക്തി. ഞാനൊരു റിസ് ആണ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചാമിങ്, ആര് കണ്ടാലും ഒരു ചാമിങ് പേഴ്സണാലിറ്റി. അല്ലെങ്കിൽ സ്റ്റൈലിഷ്, വളരെ സ്റ്റൈലുള്ള ഒരാൾ എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പം ഇത് സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ട് ഇത് പിന്നെ വെരി പോപ്പുലറായിട്ട് മാറിയത് അടുത്ത കാലത്ത് ഇംഗ്ലീഷ് നടനായ ബ്രിട്ടീഷുകാരനായ ടോം ഹോളണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ, ഒരു മുഖാമുഖത്തിൽ പറഞ്ഞ ഒരു വാചകമാണ് ഇതിനെ വെരി പോപ്പുലറാക്കി മാറ്റുകയും ഓക്സ്ഫോർഡ് അതിനെ അംഗീകരിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായത്. എന്താണ് ഹോളണ്ട് പറഞ്ഞത്? ടോം ഹോളണ്ട് പറഞ്ഞത് എന്താണ്? ഇത്ര പറഞ്ഞുള്ളൂ, ഐ ഹാവ് നോ റിസ് വാട്ട്സെവർ, ഐ ഹാവ് ലിമിറ്റഡ് റിസ്. ഒന്നുകൂടി പറയാം, ഐ ഹാവ് നോ റിസ് വാട്ട്സെവർ. എനിക്ക് റിസ് ഒന്നുമില്ല, എനിക്ക് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാനുള്ള, ആകർഷിക്കാനുള്ള വലിയ കഴിവൊന്നുമില്ല, ഞാൻ അത്ര ചാമിങ് ഒന്നുമല്ല. ഐ ഹാവ് ലിമിറ്റഡ് റിസ്, എനിക്ക് ഇത്തിരി റിസ് ഉണ്ടാവാം, അത്രയേ ഉള്ളൂ. ഈ വാക്കാണ്, ഈ ഇൻ്റർവ്യൂയിലൂടെയാണ് ഈ വാക്ക് ഇത്രയും പോപ്പുലറായിട്ട് മാറിയ ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഒരിക്കൽ കൂടി മലയാള മനോരമയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.